Watch full episodes on Jio Hotstar. ഏതവനാടാ മര്യാദ കൂടിക്കൊണ്ടിരുന്ന എൻ്റെ ട്രക്ക് നിർത്തിയിട്ട് അതുമ്മേന്ന് ഓരോന്നൊക്കെ പുറത്ത് ഇഴഞ്ഞു പോയല്ലോ. ഇനി ഞാൻ എന്താടാ ചെയ്യാ? ആ ലഡ്ഡു സിംഗിന്റെ കൂടെ ശിവ എന്ന് പറഞ്ഞ ചെറുക്കനും കുട്ടികളും ഉണ്ടായിരുന്നു. ലഡ്ഡു സിംഗ്, ആ കിഴങ്ങൻ ലഡ്ഡു സിംഗ്. അവന് മനസ്സിലാക്കി കൊടുക്കണം ഈ സർപ്പിയിലയുടെ ഓരോ ജോലികളും എന്താണെന്ന്. എന്നോട് കളിക്കാൻ വന്ന അവന്റെ ഊപ്പാടിളക്കി മടക്കി അവന്റെ കൈ കൊടുക്കും. സുഹൃത്തെ, ആരാ നിങ്ങള്? ഈ ടേബിൾ ഇങ്ങനെ കൊട്ടാനുള്ളതല്ല, ഞങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളതാണ്. വന്ന കാര്യം എന്താച്ചാ പറ, അല്ലെങ്കിൽ ചെന്ന് തബലയിലെ കൊട്ടി പഠിക്കാൻ നോക്ക്. പോയിക്കോ. ഇൻസ്പെക്ടർ സാറേ, താങ്കൾ ഒരു ട്രക്ക് പിടിച്ചു വെച്ചെന്നറിഞ്ഞല്ല. അതില് കുറെ പാമ്പുകളും കുറെ പണവും ഒക്കെ ഉണ്ടായിരുന്നറിഞ്ഞല്ല. അതൊക്കെ എവിടെ? പണൊക്കെ ഞങ്ങള് കാട്ടില് കൊണ്ടേ വിട്ടു. പിന്നെ പാമ്പുകളെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് സുരക്ഷിതമായി പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഓഹോ, സോറി. പാമ്പുകളെ ഞങ്ങൾ കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. പണത്തിനെ ഞങ്ങൾ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. അല്ല, ഇതൊക്കെ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നത്? Who are you? Who you are? Are you who? കാരണം ഞാനാണ് അതിന്റെ ഉടമസ്ഥാനം. ആ ട്രക്ക് എന്റേതായിരുന്നു. ഇനി നിങ്ങൾ എന്നും ഒരു ബാങ്ക് മോഷ്ടിച്ച് തരണം. സാർ വേഗം ഇപ്പോ വേദ ഇന്റർനാഷണൽ ബാങ്കിൽ പോയി 5 കോടി എടുത്തോണ്ട് വരൂ. എന്ത് 5 കോടി രൂപയോ? നിന്റെ തലയ്ക്കകത്തുള്ള ബുദ്ധിക്ക് വല്ല കുഴപ്പമുണ്ടോ? നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നോട് തന്നെ മോഷണം ചെയ്യാൻ പറയും? ഇവനെ പിടിച്ച് ഇപ്പൊ തന്നെ ജയിലിനകത്ത് ഇട്. അപ്പൊ നിങ്ങൾ എന്നെ പിടിക്കണതിന് മുമ്പ് എന്റെ കൂട്ടുകാരായിട്ടൊന്ന് പരിചയപ്പെടും. അല്ല, ലഡ്ഡു സിംഗ് ഇങ്ങനെ വന്ന് വീണേ? പോലീസിന് ആരും പേടിയില്ല. ഇപ്പൊ തന്നെ 5 കോടി രൂപ വേണം. എവിടെ പോയി ബാങ്ക് മാനേജർ? അതെ, എന്തിനാ ഈ തോക്കുമായിട്ട് ഇങ്ങോട്ട് വരുന്നത്? ഞാൻ ബാങ്ക് മാനേജർ എവിടെയാന്നല്ല ചോദിച്ചത്. ലഡ്ഡു സിംഗ് സാറേ, എന്താ പറ്റിയത്? നിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ എനിക്കിപ്പോ സമയമില്ല. മര്യാദയ്ക്ക് ആ ലോക്കർ തുറന്ന് 5 കോടി രൂപ എടുത്ത് ബാഗിൽ വെക്കേ വേഗം. ലഡ്ഡു സിംഗ് സാറേ, തോക്ക് കാണിച്ച് ഇങ്ങനെ പേടിപ്പിക്കുന്നത് നല്ലതല്ല കേട്ടോ. എനിക്ക് ഒട്ടും വിശ്വസിക്കാനേ പറ്റുന്നില്ല നിങ്ങൾ ഇങ്ങനെ ആയെന്ന്. എടോ മാനേജറെ, ജീവൻ അപകടം വന്നു കഴിഞ്ഞാ പിന്നെ എന്ത് പോലീസ്, എന്ത് കള്ളൻ? ഞാൻ ഇപ്പൊ പോന്നു, പിന്നീട് വന്ന് തനിക്ക് വിസ്തരിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ശിവ, വേദാസ് ഇന്റർനാഷണൽ ബാങ്കിൽ മോഷണം നടന്നിരിക്കുന്നു. ഞാൻ മാനേജറാണ് സംസാരിക്കുന്നത്. വേഗം വരൂ. മാനേജർ സർ, ബാങ്ക് മോഷണത്തിന് നിങ്ങൾ ലഡ്ഡു സിംഗ് സാറിനല്ലേ വിളിക്കേണ്ടത്? എന്നെന്തിനാ? ശിവ, ലഡ്ഡു സിംഗ് ആണ് ഇവിടെ വന്ന് 5 കോടി രൂപ മോഷ്ടിച്ചു കൊണ്ടുപോയത്. പിടിച്ചോ നിന്റെ 5 കോടി രൂപ. ഞാനിത് മോഷ്ടിച്ചു കൊണ്ടുവന്നതല്ല, ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് വന്നേ ഉള്ളൂ. കുറേശ്ശായിട്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തോളാം. സർപ്പിലയുടെ കാര്യങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി. ഇപ്പൊ ഞാൻ ഇറങ്ങുകയാണ്. പക്ഷെ നിനക്ക് വേണ്ടി ഒരു ജോലി കൂടെ ഉണ്ട്. ഞാൻ എപ്പം നിർത്താൻ പറയുന്നു അതുവരെ സർപ്പ ഡാൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായേ പറ്റൂ. കാരണം എൻ്റെ മറ്റേ സുഹൃത്തുക്കൾ ഇവിടെ എവിടുന്നെങ്കിലും നിന്റെ മേലെ ഒരു കണ്ണ് വെക്കുന്നുണ്ടാവും. എന്ത്? മറ്റുള്ള സുഹൃത്തുക്കൾ എന്റെ മീതെ കണ്ണ് വെക്കുന്നോ?
ഇതാണ് കുറെ സർപ്രൈസ് എലമെന്റ്സ്. മറക്കരുതൊരിക്കലും, അല്ലെങ്കിൽ കണ്ണ് തെറ്റിയാൽ തന്റെ കാര്യം പൊക്ക. കണ്ടിന്യൂ, കീപ് ഓൺ സേയിങ്. എന്റെ മണ്ടന്മാരെ ചിങ്കിടികൾ നിന്റെ ഒപ്പം തന്നെ ഉണ്ട്. നീ എപ്പം നിർത്തുന്നുവോ അപ്പൊ അവരോടനെ വന്ന് നിന്നെ ഒരു കുട്ടങ്ങ തരും. അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഞാൻ ഇപ്പൊ തന്നെ ഡാൻസ് കളിച്ച് തുടങ്ങാം. എപ്പോ വേണ്ടാന്ന് പറയുന്നോ അതുവരെ ഞാൻ ഡാൻസ് കളിച്ചോളാം. വേടാറാം, വേഗം ഊതാൻ തുടങ്ങിക്കോ. ലഡു സിംഗ് സാറേ, ഇതാണ് ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച പണം. താങ്ക് യു ശിവ. നീ എന്റെ അഭിമാനവും ജോലിയും രണ്ടും രക്ഷപ്പെടുത്തി കളഞ്ഞു. താങ്ക് യു. ഞാൻ ഡാൻസ് നിർത്തിയാലേ, ഞാൻ ഡാൻസ് കളിക്കുന്നത് നിർത്തിയാൽ അവന്റെ കൂട്ടുകാർ വന്നെന്നെ കൊത്തും. പേടാറാം, നീ ഊതിക്കൊണ്ട് തന്നെ ഇരുന്നോ. കൂട്ടുകാര് കൊത്തുന്നാ? അതിന് അയാളുടെ കൂടെ കൂട്ടുകാര് പാമ്പുകളൊന്നും കണ്ടില്ലല്ലോ ഞാൻ. അതെ അതെ അതെ, അവര് പാമ്പ് തന്നെയാ. എടോ പേടാറാം, താൻ എന്തിനാണോ ഊതുന്നത് നിർത്തുന്നത്? നിനക്കറിയാലോ അവരുടെ കണ്ണുകൾ എന്റെ മേത്ത് തന്നെയാണെന്ന്. ലഡു സിംഗ് സർ, അയ്യേ, ഇതെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അയാളുമായി ഞാൻ ഇപ്പോഴല്ലേ ഫൈറ്റ് ചെയ്തത്. അങ്ങനെ വ്യത്യസ്തമായിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ. അയാള് തൊപ്പിയും ഗ്ലൗസുമാണ് ഇട്ടിരുന്നത്. അല്ലല്ലല്ലല്ല ശിവ, ആ ഗ്ലൗസിനകത്തും അയാളുടെ തൊപ്പിടകത്തും വിഷമുള്ള പാമ്പുകളാണ് ഉള്ളത്. അവൻ സാധാരണ മനുഷ്യനല്ല, സ്നേക് മാൻ ആണ്, സ്നേക് മാൻ. അവന്റെ ഒറ്റ സുഹൃത്തുക്കളാണ് പാമ്പ്. ലഡു സിംഗ് സാർ, ദിസ് ഈസ് ടു മച്ച്. ശിവ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ വേറെ വല്ലതൊക്കെ പറയുന്നേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് CCTV റെക്കോർഡിംഗ് ശരിക്കൊന്ന് പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാകും. നീ തുടങ്ങിക്കോ പേടാറാം. ലഡു സിംഗ് സർ, ഈ ഫുട്ടേജിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത്? സാറേ, എനിക്ക് തോന്നുന്നു ക്യാമറയുടെ ഡയറക്ഷൻ സാറിന്റെ മീതെ ഫോക്കസ് ചെയ്തെന്ന്. പേടാറാം, താൻ എന്തിനാണോ ഊതുന്നത് നിർത്തുന്നേ? താൻ ഊതിക്കൊണ്ട് തന്നെ ഇരിക്കണോ? ഒരു മിനിറ്റ് പേടാറാം സാർ. ലഡു സിംഗ് സാർ, നിങ്ങളുടെ കണ്ണൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുമോ? ഓ അല്ല, നിങ്ങളുടെ കണ്ണല്ല, ക്യാമറ റെക്കോർഡ് ചെയ്തത് ഈ ആയാണ് സൂം ചെയ്യാൻ പറഞ്ഞേ. ശിവ, ലഡു സിംഗ് സാർ പറഞ്ഞ ശരിയാ. ഈ സൂമിലൊന്ന് ശരിക്കും ശ്രദ്ധിക്കേ. അയാളുടെ തല മുഴുവനും നിറയെ പാമ്പുകളാ ഉള്ളത്. നോക്ക്. ഇത് ഏലിയനാണ്, അല്ലാതെ മനുഷ്യർക്കൊന്നും ഇങ്ങനെ കുറെ പാമ്പുകൾ ഉണ്ടാവില്ല. എന്താ ഏലിയെന്നൊക്കെ പറയുന്നേ? യോ കറക്റ്റ്. ഈ മനുഷ്യന് എന്തോ വ്യത്യാസമുണ്ട്. ഈ സ്നേക് മാന്റെ രഹസ്യം എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ലഡു സിംഗ് സാർ, ഈ ഡാൻസ് ഒന്ന് നിർത്താൻ നോക്ക്, ആക്ഷൻ എടുക്കാൻ നോക്ക്. പക്ഷെ ശിവ, അവന്റെ കണ്ണുകൾ എന്റെ മീതെ തന്നെയാണ് ഉണ്ടാവുക. ശരി, എന്നാ വിട്ടേക്ക് ശിവ. നീ എന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് നല്ല ധൈര്യം ഉണ്ടാവും, ഒട്ടും പേടി ഉണ്ടാവില്ല. നീ വേഗം ചെന്ന് അന്വേഷിക്ക്, അല്ലെങ്കിൽ വീണ്ടും അവൻ അങ്ങോട്ട് വന്നാലോ. അവനെ ഞാൻ എന്താ ചെയ്യാ? അവൻ രക്ഷപ്പെടാൻ പാടില്ല. അവനെ ഞാൻ കൊത്തിയേ പറ്റൂ. അവനെ ഞാൻ തീർത്തേ പറ്റൂ. എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ദേഷ്യമോ? ദേഷ്യമല്ല ചിറ്റപ്പോയി, എന്റെ രക്തമാണ് തിളയ്ക്കുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചിട്ട് ഇപ്പൊ വരിക. അവരാണ് എന്റെ കയ്യിൽ നിന്ന് പണത്തിന്റെ ബാഗും ഡീസന്റ് ആയിട്ട് തട്ടിയെടുത്ത്. ഒരു കുട്ടി നിന്നെ അടിച്ചോ? അല്ല, നിന്റെ പാമ്പിനെ കാണിച്ചില്ലേ? അവൻ പേടിച്ചോടിയാനല്ലോ. അവൻ പേടിക്കണ ടൈപ്പ് അല്ല. അവൻ പേടിയെ പേടിപ്പിക്കുന്ന ടൈപ്പ് ചെറുക്കൻ. ചിരി നിർത്തട വിഡ്ഢികളെ. നിന്നെ ചിരിക്കാനല്ല, പക്ഷെ എന്റെ എതിരാളികളെ ഭയപ്പെടുത്താനാണ് നിന്നെ വെച്ചിരിക്കുന്നത്. സയന്റിസ്റ്റ്, നീ എന്തുമാതിരി സാധനങ്ങളാടോ എന്റെ കയ്യിലും തലയിലൊക്കെ ഫിറ്റ് ചെയ്തിരിക്കണേ? ഇവരെ കണ്ടിട്ട് ആരാടോ പേടിക്കണേ?
സമാധാനിക്ക്. ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലാന്ന് നിനക്കറിയാലോ. ഞാൻ പാമ്പുകളെ പരീക്ഷിക്കുകയായിരുന്നു. പരീക്ഷണങ്ങൾ തോറ്റുപോയി. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അനുഭവിക്കുന്നു. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ശരിയാകും. ഇത് ശരിയാകണ്ട, മനസ്സിലായോ? ഈ ഫെയിൽഡ് എക്സ്പെരിമെന്റിന്റെ ശരിക്കും മുതലെടുക്കണം എനിക്ക്. അങ്ങനെ എനിക്ക് കോടികൾ തട്ടിയെടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ ശരിയാകണ കാര്യം ചിന്തിക്കൂ. ആദ്യം നിങ്ങൾ നിങ്ങളുടെ കാര്യം ശരിയാക്കി ചിറ്റൂസ്, അത് കഴിഞ്ഞിട്ട് എന്റെ കാര്യം ചിന്തിക്കൂ. ശരി, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആകട്ടെ. പക്ഷേ ഒരു കാര്യം ഓർത്താൽ നല്ലത്, നീ ചെയ്യുന്നത് മുഴുവനും തെറ്റായ കാര്യങ്ങളാണ്. അതിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. മനസ്സിലായോ? സെൽഫിയുടെ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവൂല ചിറ്റൂസ്. ആദ്യം ഞാൻ ആ ചെക്കനെ ശരിയാക്കും. എന്നിട്ട് മാത്രമേ ഞാൻ എന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ ഞാൻ പൂർത്തിയാക്കൂ. ശിവ ഞാൻ വരികയാണ് കേട്ടാ. അല്ല, തനേജയും സ്വാമിയും എല്ലാവരും ഉണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓടി വന്നതാണല്ലേ. കൊള്ളാമോ? കേട്ടോളൂ. ഞാൻ വേണമെങ്കിൽ ഇനിയും പാടാം. ദിവസവും ബാങ്കിലും കടകളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേക് മാനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ശിവോ, ഈ സ്നേക് മാനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള കോബ്ര സ്നേക്കിനെ കുറിച്ച് ഓർമ്മ വന്നു. ഒരു കോബ്ര ദിവസവും ഞങ്ങളുടെ നാട്ടിൽ വന്ന് കോഴികളെയും കോഴിയുടെ മുട്ടകളെയൊക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് വെച്ചു, കോബ്രനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കോബ്ര എങ്ങോട്ട് പോകാനാണ്? അവന്റെ താവളത്തിലായിരിക്കും പോകുന്നത്. കാട്ടിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. പാമ്പുകളുടെ കൂട്ടം എവിടെയാണ് അധികം ഉള്ളത് അവിടെയാണ് ഇതിങ്ങനെ കാണുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോ അവസാനം കോബ്രയുടെ താവളം കണ്ടെത്തി. അങ്ങനെ പുറത്തു നിന്ന് മകുടി ഊതാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എന്താ സംഭവിച്ചെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോബ്രകളൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അതിന് ശരിക്കും വലയിട്ടങ്ങ് പിടിച്ചു. ഹലോ ആദി, നന്നായി. നീ വളരെ ജീനിയസ് ആണ് കേട്ടോ. നീ ഒരു ഐഡിയ ഇപ്പൊ തന്നേ. ഇനി ആ സ്നേക് മാനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതില് ഞാൻ ഭയങ്കര ജീനിയസ് ആണല്ലോ. പക്ഷെ ഒരിക്കലും അതിന്റെ അഹങ്കാരം കടിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നീ എന്നോട് പറയ, ആ സ്നേക് മാനെ നീ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത്? പറ. സ്നേക് മാൻ ചെറിയ പാമ്പൊന്നും അല്ല. ചെറിയ താവളത്തിൽ ഒളിച്ചിരിക്കാൻ അവൻ തീർച്ചയായും ഗുഹയിലാവും ഉണ്ടാവുക. ഒരുപാട് കേവ് എവിടെയുണ്ടോ അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അതായത് മൗണ്ടൻ ഓഫ് കേവിലല്ലേ? അവിടെ ഒരുപാട് കേവ്സ് ആണ് ഉള്ളത്. അതെ, അത് തന്നെ. നമ്മൾ അവിടെ ചെന്ന് മകുടി ഊതാൻ തുടങ്ങിയാൽ അവന്റെ പാമ്പുകളൊക്കെ വളരെ വിഷമിക്കും. അങ്ങനെ അവൻ പുറത്തേക്ക് വരാനായിട്ട് അവൻ നിർബന്ധിക്കും. നല്ല ഐഡിയ ആണ്. എനിക്കറിയാം മകുടി എങ്ങനെയാണ് ഊതേണ്ടതെന്ന്. നമുക്ക് ലഡു സിംഗ് സാറിനോട് കാര്യം പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാം തന്നെ കേട്ടു. ഞാനും ഇത് തന്നെ പ്ലാൻ ചെയ്തത്. നിന്നോട് ഞാൻ പറയാതിരിക്കായിരുന്നു, അറിയോ? എന്നാ പിന്നെ ലഡു സിംഗ് സാറ് ഇവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചൂടെ? ഈ കുന്തമാരാ ഇപ്പൊ ഈ ഊതറേ? ആരടാ ഊതറേ? ഓക്കെ ലഡു സിംഗ് സാർ, ഞാൻ പോവാണ്. നിങ്ങൾ പിന്നെ വന്നാ മതി. ചിറ്റപ്പ, എനിക്ക് തോന്നുന്ന ആ ശിവയെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ആ ഊതിയതൊക്കെ അവനാന്ന് തോന്നണോ? ആ ചെറുക്കൻ തോൽവി സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. പെട്ടെന്ന് നമുക്ക് ഈ സ്വർണവും വെള്ളിയും കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അതാ ശരി. നിനക്കൊരു കാര്യം അറിയോ?
എനിക്ക് പണത്തിനോട് ആർത്തിയേ ഇല്ല. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ, എന്നെ നോക്കൂ, ഞാൻ വീണ്ടും പഴയ രൂപത്തിലായി. വരൂ, ഞാൻ സ്പ്രേ ചെയ്ത് നിന്നെയും പഴയ രൂപത്തിലാക്കാം. എന്റെ പുന്നാരൻ ചിറ്റപ്പ്, ഇപ്പോഴല്ലേ ശരിക്കെന്റെ കളി തുടങ്ങാൻ പോണത്. നമ്മൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സ്പ്രേ അത്രയും നാള് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ആരുമില്ല ഈ സ്നേക് മാനെ തടയാനായിട്ട്. നിന്നെ തടയാൻ ആളെത്തിക്കഴിഞ്ഞു സ്നേക് മാൻ. നീ ഇവിടെയും എത്തിയോ? ആ ഊത്ത് നീയല്ലടാ ഊതിയത്. ഞാൻ ഏത് കേവിലാന്നറിയാൻ വേണ്ടി. സത്യം പറ കുട്ടി. അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. ശിവ, ഇത്രയും നേരം ഞാൻ നിന്നെ ഒരു കുട്ടിയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇനി അങ്ങനെയില്ല. ഇളിച്ച് കാണിക്കണ്ട, ശിവയെ പേടിപ്പിക്ക. അല്ല, നീ എന്നോട് പറഞ്ഞത് ഈ മരുന്ന് കളഞ്ഞു എന്നല്ലേ? ഹേയ് ചിറ്റപ്പ്, താങ്കൾ ഭയങ്കര പാവമാണ്. ഞാനിതിനെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് കാത്തു സൂക്ഷിച്ചു വെച്ചത്. ഇത് അതേ കെമിക്കൽ അല്ലേ? താങ്കളെ പകുതി പാമ്പാക്കി വെച്ച അതേ കെമിക്കൽ. ഇനി കാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോടേണ്ടത്. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ വാടോ ലഡ്ഡു സിംഗ്. എടാ മോനെ ലഡ്ഡു, ഹേയ് ലഡ്ഡു, ഇവിടുന്ന് 50,000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു കുഞ്ഞു പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നൃത്തം ഒരിക്കലും നിർത്തരുതെന്ന്. ഞാൻ നിർത്തിട്ടേ ഇല്ലല്ലോ. എന്നെ വിട്ടാലല്ലേ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് എന്നെ ഒന്ന് ഇറക്കി വിടൂ, ഞാൻ ഡാൻസ് കളിച്ചോളാം. ശിവ, കൂട്ടുകാരെ പറ്റിയുള്ള വിചാരം നിർത്ത്. എന്നിട്ട് നിന്നെ കുറിച്ച് വിചാരിക്ക. ശിവ, ആ മോളിലെ കുപ്പിയിൽ ആന്റിഡോട്ട് ഉണ്ട്. എങ്ങനെയെങ്കിലും അതെടുത്ത് ഇവന്റെ മോളിൽ സ്പ്രേ ചെയ്യൂ. ഇപ്പൊ പറ, നിന്നെ കുട്ടിന്ന് വിളിക്കണോ അതോ ശിവനോ? ഇപ്പൊ വന്നില്ലേ എന്റെ പിടിയിലേ. നിങ്ങളുടെ കൂട്ടുകാരൻ ശിവ എങ്ങനെയാണ് ഒരു സഹായമില്ലാണ്ട് താഴെ വീണ് കിടക്കണ കണ്ടില്ലേ? വരൂ കുട്ടികളെ, എന്നെ തല്ലൂ, തല്ലി അങ്ങോട്ട് കൊല്ലൂ. ഇനി നോക്ക് കുട്ടി, ഞാൻ എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അങ്ങ് കൊന്നു തീർക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ.
ബാക്ക് ടു ഹ്യൂമൻ വേൾഡ് അങ്കിൾ. ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തത് നിങ്ങൾ അറിഞ്ഞതേ ഇല്ല. പക്ഷെ ബോധം കെട്ട രീതിയിൽ ഞാൻ അഭിനയിക്കായിരുന്നു, കാരണം നിങ്ങളുടെ മുഖത്തിന്റെ അടുത്ത് എത്താൻ. ഇല്ല 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 വേണ്ട. എന്തിനാടാ ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നേ? നീ സ്നേക് മാൻ ആയിരുന്നിട്ടും ശിവയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഇവനെ പഴയ രൂപത്തിലാക്കി. എന്റെ പരീക്ഷണങ്ങൾ തെറ്റിയതിന് ഒരുപാട് പണവും സ്വർണവും കൊള്ളയടിച്ചു. അവൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കും. സോറിയോ? ഇനി ഇവനല്ലേ സോറി പറയണ്ടേ, അതും ജയിലിനകത്ത് നിന്ന് പാമ്പ് ഡാൻസ് കളിച്ചോണ്ട്. ഇവൻ ജയിലിനകത്തുള്ളിടത്തോളം കാലം ഞാൻ ടേപ്പ് ഓൺ ചെയ്ത് ഇവനെ കൊണ്ട് പാമ്പ് ഡാൻസ് കളിപ്പിക്കും. ഇവൻ എന്നെ ഒരുപാട് പാടുപെടുത്തിയത് അറിയോ? എന്തേ ഇനി മുതൽ നിനക്ക് ജയിലിനകത്ത് തന്നെ കിടക്കാം. ഡാൻസ് ചെയ്യേ, ഡാൻസ് ചെയ്യാൻ പെടറാം. ഊതാൻ തുടങ്ങിക്കോ, വേഗം ഊത്. ഇപ്പൊ ഊതാൻ തുടങ്ങിയാലും ഡാൻസ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.